ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കാൻ തുടങ്ങുകയാണല്ലോ. മഹാദൈവത്തിൻ്റെ ആർദ്രതയാലും മനസ്സലിവിനാലും കരുണയാലും അനുദിന ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് നൽകി തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ ഗൈഡൻസുകൾ, ആലോചനകളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചനകൾക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഒത്തിരി സഹായിക്കുന്നു. വചനത്തിലൂടെ ദൈവാലോചന തന്ന് നമ്മളെ തിരുത്തിയും ധൈര്യപ്പെടുത്തിയും പോകേണ്ടുന്ന വഴിയിൽ നടത്തിയുമെല്ലാം നമ്മളെ ഊർജ്ജസ്വലരാക്കുന്ന മഹാദൈവത്തിൻ്റെ ദിവ്യാലോചനകൾക്ക് നന്ദി കരയേറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചന ചിന്തയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നു. എൻ്റെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന രാജാതിരാജാവായ മഹാദൈവത്തിന് ഒത്തിരി സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് ഞാൻ എന്നെ ചിന്തിപ്പിച്ചൊരു ദൈവിക ദൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ ശൗമേലിൻ്റെ പുസ്തകം 1 ശൗമേൽ 21 അധ്യായം 9 വാക്യം. 1 ശൗമേൽ 21 അധ്യായം 9 വാക്യം. അപ്പോൾ പുരോഹിതൻ ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫെലിസ്തീനായ ഗോല്യാത്തിൻ്റെ വാള് ഏഫോദിൻ്റെ പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക, അതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നുമില്ല, അതെനിക്ക് തരണമെന്ന് ദാവീദ് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നുമില്ല, അതെനിക്ക് തരണമെന്ന് ദാവീദ് പറഞ്ഞു. ശൗല നിമിത്തമുണ്ടായ ഉപദ്രവങ്ങൾ ഹേതുവായി ദാവീദ് വീട് വിട്ട് കാട്ടിൽ അലയുന്ന കാലം തുച്ഛം വിരളമായ ചിലർ വിരളയിലെണ്ണാവുന്നവർ മാത്രം ദാവീദിൻ്റെ കൂടെയുണ്ട്. രാജ്യം മുഴുവൻ ശൗലിൻ്റെ കൂടെ നിന്നുകൊണ്ട് ശൗല് ദാവീദിനെ തപ്പി കാട്ടിലൂടെ അലയുകയാണ്. പിന്നാലെ പിൻഗമിക്കുന്ന ശൗലിൻ്റെ ശൗര്യം കൂടിയ ആ മനോഭാവത്തോടുകൂടെ ദാവീദിനെ ഇല്ലാതാക്കണം, തകർത്ത് കളയണമെന്ന മനസ്സോടുകൂടെ ശൗല് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അതിനിടയിൽ ദാവീദ് സഹിച്ച പങ്കപ്പാടുകളും കഷ്ടപ്പാടെല്ലാം വളരെ വളരെ ചിന്തനീയമാണ്. ഒരിക്കൽ ദാവീദിന് കാട്ടിൽ വെച്ച് വല്ലാതെ വിശക്കുക ഈ ഓട്ടത്തിനിടയിൽ. അങ്ങനെ രാത്രി ഒളിച്ചും പാത്തും, അന്ന് ശീലോവിൽ ദൈവത്തിൻ്റെ കൂടാരമുണ്ട്, അവിടെ പുരോഹിതനുണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ ഈ കൂടാരത്തിൽ വന്നിട്ട് പുരോഹിതനെ വിളിച്ചുണർത്തി, വിശക്കുന്നു, എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ്റെ വീട്ടിൽ സാധാരണ അപ്പമില്ല, കാഴ്ചയപ്പത്തിൻ്റെ മേശമേൽ വെച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രം, അഥവാ പുരോഹിത വർഗത്തിന് മാത്രം കഴിക്കാവുന്ന അപ്പമേ ഉള്ളെന്ന് പറഞ്ഞു. വിശപ്പ് കാരണം പുറതുമുട്ടിയപ്പോൾ പുരോഹിതൻ്റെ പ്രത്യേക പരിഗണനയിൽ ദാവീദിന് ആ അപ്പം കൊടുത്തു. അപ്പം കഴിച്ച് വിശപ്പടക്കിയ ദാവീദ് ചോദിച്ചു, ഇവിടെ വാളോ കുന്തോ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ആയുധങ്ങൾ ഇരിക്കുന്നുണ്ടോ ദൈവാലയത്തിനകത്തെ അഥവാ കൂടാരത്തിനകത്ത്? പുരോഹിതൻ പറയുന്നു, ഇവിടെ കുന്തവും വാളൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ചകഞ്ഞെടുത്ത് പറഞ്ഞു, ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിൻ്റെ വാളുണ്ടല്ലോ അന്ന്, ആ വാള് ശീലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ഏഫോദിൻ്റെ പുറകിൽ, ഇവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് ഏഫോദിൻ്റെ പുറകിൽ അല്ലെങ്കിൽ കൂടാരത്തിനകത്ത് ഏഫോദിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് അത് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല, അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേണമെങ്കിൽ എടുത്തോ എന്ന് പറയുമ്പോൾ ഒരു സാധനമാകുമ്പോൾ അതത്ര സീരിയസ് ആയിട്ട് പുരോഹിതൻ കരുതിയില്ല. ഇതിവിടെ ആവശ്യമില്ല. അപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്ന് അവിടെ കിടക്കുന്ന ഏതെങ്കിലും സാധനം ചോദിച്ചു വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അയ്യോ അതിവിടെ വേണ്ടതാട്ടോ, അത് നമുക്ക് അത്യാവശ്യം, പിന്നെ നീ ചോദിച്ചപ്പോഴെങ്ങനെ തരാതിരിക്കുന്നത് എന്നല്ല മറുപടി. വേണമെങ്കിൽ എടുത്തോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ അത് ആവശ്യമില്ല, ആലയത്തിൽ വാൾ ആവശ്യമില്ലെന്ന്. അത് പിന്നെ ആരെ ഇവിടെ കൊണ്ടുവന്ന് ശീലയെ പൊതിഞ്ഞ് വെച്ചിരിക്കുക? ഞാനത് ഇന്നാൾ കണ്ടു, പിന്നെ എങ്ങോട്ട് കൊണ്ട് കളയണ്ടേന്ന് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേണമെങ്കിൽ എടുത്തോ. ലാഘവത്തോടെ പുരോഹിതൻ പറഞ്ഞു, ഇതിവിടെ വലിയ ആവശ്യമൊന്നുമില്ല, ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പെട്ടെന്ന് പറഞ്ഞ മറുപടി എന്നെ ചിന്തിപ്പിച്ചു കേട്ടോ. അതെന്താണെന്നറിയാമോ? വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞപ്പോൾ അതല്ലാതെ വേറൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ പറയുക, അതിന് തുല്യം മറ്റൊന്നുമില്ലെന്ന്. അയ്യോ, ഞാൻ ആ വാക്കിൻ്റെ മുമ്പിൽ കുറച്ചു നേരം നിന്നു ദൈവമക്കളെ. സത്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ചിന്തിക്കുമോ എന്നറിയില്ല. ദാവീദ് അങ്ങനെ പറയാമായിരുന്നു. എന്താ പറഞ്ഞത്? ചിന്തിച്ചുകൊണ്ട് പറഞ്ഞതൊക്കെ ആയിരിക്കുകയല്ല. പിന്നെ എന്താ പറഞ്ഞത്? അതിന് തുല്യം മറ്റൊന്നുമില്ല. ഒരു പാഴ്വാക്കല്ലേ അത്?
അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. എൻ്റെ ചിന്ത തെറ്റാണെങ്കിൽ നിങ്ങളെന്നെ തിരുത്തിക്കൂ. കാരണം ഗോലിയാത്തിൻ്റെ വാളിന് തുല്യം മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ, വേറൊരു വാളില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു. മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനർത്ഥം വേറെ എന്തിനേക്കാൾ ഗോലിയാത്തിൻ്റെ വാളാണ് കേമം എന്നല്ലേ പറഞ്ഞു വെച്ചത്. ഞാൻ ദാവീദിനോട് നിശബ്ദനായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചോദിച്ചു, ദൈവം നിൻ്റെ തലയിൽ തന്നെ അഭിഷേകത്താൽ വലുതാണോ ഈ ഗോലിയാത്തിൻ്റെ വാള്? ദൈവം നിനക്ക് തന്ന തൻ്റെ ഇടത്തേക്കാൾ, ദൈവം നിനക്ക് തന്ന ബലത്തേക്കാൾ, നീ നിൻ്റെ ബലത്ത് കൊണ്ടാണോ ഗോലിയാത്തിനെ കൊന്നെന്നാണ് വിചാരിച്ചേ? സ്വർഗം നിനക്ക് തന്ന ദൈവിക വിളി, ദൈവം നിനക്ക് തന്ന അധികാരം, ദൈവം നിനക്ക് തന്ന സംരക്ഷണം, ദൈവം നിനക്ക് തന്ന ആ കവണിയേക്കാൾ, കല്ലിനേക്കാൾ വലുതാണോ ഇപ്പോൾ ഈ ഗോലിയാത്തിൻ്റെ വാള്? അതിനേക്കാൾ, അല്ലെങ്കിൽ അതിന് തുല്യം മറ്റൊന്നുമില്ലെന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ചിന്തിക്കുകയായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. ആ പുരോഹിതൻ പറഞ്ഞത് ഇരിക്കുന്നു, വേണമെങ്കിൽ എടുത്തു, നമുക്കിവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതിന് തുല്യം മറ്റൊന്നുമില്ല. മാത്രമല്ല, ഞാനിവിടെ നിന്നോടെ ചിന്തിച്ചു, സംഭവമൊക്കെ ശരിയാണ്, എതിരാളിയുണ്ട്, പ്രശ്നമുണ്ടൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പം എന്തിനാ ദാവീദിന് വാള്? സ്വയ സംരക്ഷണയ്ക്കായിരിക്കാം. ഇപ്പം അദ്ദേഹം രാജാവൊന്നുമല്ല, അയൽ രാജ്യമായിട്ട് യുദ്ധത്തിലേക്കൊന്നും പോകേണ്ട കാര്യം വരുന്നില്ല. ശൗലല്ലേ രാജാവായിരിക്കുന്നേ. പക്ഷെ ഇപ്പോഴെന്തിനാ വാള്? സത്യത്തിൽ ഒന്നുകിൽ പേടിച്ചിട്ട്, ഇല്ലെങ്കിൽ ശൗലിനെ വകവരുത്താൻ. അതിനാണല്ലോ തൻ്റെ ഇപ്പോഴത്തെ എതിരാളി ശൗലാണല്ലോ. എന്താണെങ്കിലും ഒരായുധം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇപ്പം എന്തിനാണ് വാള്? ഇനി അങ്ങനൊരു വാള് വേണമെന്ന് തോന്നിയതൊന്നും ഗുരുതരമായ തെറ്റായിട്ടും തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഇതിന് ശേഷമുള്ള അധ്യായങ്ങൾ സൂക്ഷിച്ച് ചില ശ്രദ്ധിച്ചു കേട്ടോ. പിന്നെ ദാവീദിന് നിക്കക്കള്ളിയില്ലാതെയാകുക. 10-ാം വാക്യത്തിൽ, പിന്നെ ദാവീദ് പുറപ്പെട്ട അന്ന് തന്നെ ശൗലിൻ്റെ നിമിത്തം ഗത്ത് രാജാവായ ആഖീഷിൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. അപ്പോൾ ഗത്ത് രാജാവ് എന്ന് പറഞ്ഞ ഫെലിസ്ത്യ ദേശമാണ്. ഈ വാള് ഫെലിസ്തിൻ്റെ വാളാണ്. ഇത് കൈവശം ഇരിക്കുക, അത് മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ അന്യദൈവ സേവകരല്ലേ, ആയുധ പൂജയൊക്കെ കാണുമെന്ന്. ഇതൊക്കെ ഈ ശൗലിൻ്റെ പരിചയ്ക്ക് അഭിഷേകം എന്നൊരു വാക്കില്ല. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാതെ അഭിഷേകം എന്നൊക്കെ എഴുതിയിരിക്കുന്നു. പക്ഷെ അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആയുധ പൂജയൊക്കെ നടത്തിക്കാണ് ഒരു യോദ്ധാവ് എന്ന നിലയ്ക്ക് ഗോലിയാത്ത്. പക്ഷെ എന്തോ സംഭവിച്ചു? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? ഫെലിസ്തിൻ്റെ വാള് അരയിൽ വന്നപ്പോൾ അന്ന് തന്നെ അവൻ ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോകേണ്ടി വന്നോ? ഗത്ത് രാജാവിനെ ആശ്രയിക്കേണ്ടി വന്നോ? ചിന്തിക്കുന്നവർ ചിന്തിച്ചാൽ മതി. ഞാനൊരു കഥ മെനഞ്ഞുണ്ടാക്കുകയല്ല. പോകേണ്ട വന്നോ? ഗത്ത് രാജാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഫെലിസ്ത്യരുടെ 5 പ്രവിശ്യകളിൽ ഒരു പ്രവിശ്യയാണ്, ഫെലിസ്ത്യ ദേശത്തെ രാജാവാണ്. അപ്പം അന്ന് തന്നെ ഈ വാൾ അരയിൽ കയറി അന്ന് തന്നെ ഇസ്രായേൽ വിടേണ്ട വന്നോ? അവിടേക്ക് ഈ വാളിൻ്റെ ഉറവിടം എവിടാണോ, ഈ വാളിൻ്റെ പൂജ നടന്നത് എവിടാണോ അവിടേക്ക് പോകേണ്ട വന്നോ? വന്നല്ലോ. അവിടേക്ക് ഓടിച്ചെന്നു. അവിടെ നിക്കക്കള്ളി ഉണ്ടായോ? ഇല്ല. അവിടെ മുതൽ ഓട്ടമാണ്. അവിടെ മുതൽ ആകപ്പാടെ ദാവീദ് ഭ്രാന്തനെ പോലെ ആയിന്നല്ലേ താഴെ എഴുതിയിരിക്കുന്നത്. അഭിനയമായിരിക്കാം, എങ്കിലും തൻ്റെ പ്രകൃതി മാറി, ബുദ്ധിഭ്രമം നടിച്ചു, ഭ്രാന്തൻ എന്ന ആളുകൾ വിളിച്ചു. ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുവാണോ? നിങ്ങളെന്ത് പറയുന്നു? ഇത് കേട്ടിട്ട് പറയണം. ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് കിട്ടിയ പ്രകാശനം. ഈ ഗോലിയാത്തിൻ്റെ വാള് നിൻ്റെ അരയിൽ കെട്ടണോ? ഇത് നിന്നെ എവിടേക്ക് കൊണ്ടുപോകും? ഇത് നിന്നെ ആരാക്കും? തത്വത്തിൽ ഭ്രാന്തനാക്കിയില്ലേ? നിൻ്റെ രാജ്യത്വം ഉറപ്പിച്ച ഇസ്രായേലിൽ നിന്ന് നിന്നെ ഓടിച്ച് ഈ വാളിൻ്റെ ഉറവിടമായ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ എവിടാണോ അവിടേക്ക് നിന്നെ വലിച്ചുകൊണ്ട് പോയില്ലേ? മഹാദൈവത്തിൻ്റെ കാര്യപരിപാടിയും പദ്ധതി ഉള്ളതിൻ്റെ പേരിൽ തിരിച്ച് ദൈവം തമ്പുരാൻ അവിടെ നിർത്താതെ നിന്നെ ചാട്ടക്കടിച്ച് ഓടിച്ചതുപോലെ ഭ്രാന്തനാന്നും പറഞ്ഞ് ഓടിച്ചത് കൊണ്ട് തിരിച്ചു വന്നതല്ലേ? അല്ലേ? അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് നിർത്താൻ കേട്ടോ. അതേ നിവൃത്തിയുള്ളൂ. ഇന്ന് വേറെ ഏതെങ്കിലും ഒരു 1 മണിക്കൂർ പ്രസംഗത്തിൽ നമുക്കിതിൻ്റെ അച്ചും പുള്ളിയെല്ലാം എടുത്തിട്ട് ശരിക്കും ആളുകളെ ബോധവൽക്കരിച്ച് ഏതെങ്കിലും ദുഷ്ടപ്പിശാചിന്
അടിയറ വെച്ചത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക നല്ലത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മറ്റൊരുത്തൻ്റെ സാധനം ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരാളുടെ ഒരു സാധനം പോലും നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നൊന്നുമല്ല വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. അപ്പം മറ്റൊന്ന്, ഇതിനേക്കാൾ നല്ലത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് ചാടിക്കയറി പറയരുത്. നമ്മുടെ ദൈവം തന്ന അഭിഷേകത്താൽ വലുതൊന്നുമില്ല. ഒരു വാളും ഇല്ലെങ്കിലും ഒരു കുന്തോ ഇല്ലെങ്കിലും ആരും കൂടെ ഇല്ലെങ്കിലും ഒരു ആയുധം ഇല്ലെങ്കിലും എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അഭിഷേകം, എൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, എനിക്ക് തന്ന സ്വർഗീയ വിളി, എനിക്ക് തന്ന ദൈവകൃപ, അതിന് തുല്യം ചൊല്ലാനൊന്നുമില്ല. ഒരു വാളും ഒക്കെയല്ല, കുന്തം ഒക്കെയല്ല, ഒരു സമരമുറകളും ഒക്കെയല്ല. അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത്. അതിന് പകരം ഗോലിയാത്തിൻ്റെ വാളെന്ന് കേട്ട വഴി അതിന് തുല്യം ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അഭിഷേകവും ഞാൻ മറന്നെന്നൊന്നും സ്ഥാപിക്കുകയല്ല. പക്ഷേ എനിക്ക് അങ്ങനെ പറയേണ്ടി വരികയാണ്. നിനക്കൊരു ദൈവമില്ലേ? നിനക്ക് തന്നൊരു കൃപയില്ലേ? അതിൻ്റെയൊക്കെ മീതെ പോയോ ഈ വാള്? അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ദുഷ്ടശക്തികളുടെ ഒന്നും ഒരു ചരട് പോലും നമ്മുടെ കയ്യിൽ വയ്ക്കരുത്. അബ്രഹാം പറഞ്ഞതേ പറയാനുള്ളൂ, നിൻ്റെ ചരടോ ചെരുപ്പിൻ്റെ വാറോ എൻ്റെ പേഴ്സിലോ എൻ്റെ ബാഗിലോ എൻ്റെ വീട്ടിലോ വേണ്ട. എൻ്റെ ദൈവം എന്നെ നടത്തിക്കോളും, എൻ്റെ കർത്താവ് എന്നെ പുലർത്തിക്കോളും. അതുകൊണ്ട് ഗോലിയാത്തിൻ്റെ വാള് ദാവീദിന് വേണോ? പിന്നീട് രാജാവാകുമ്പോൾ വാളും യുദ്ധവും കുന്തവും പരിചയമൊക്കെ വേണ്ടതാണ്. എത്ര നാൾ ഈ വാള് ദാവീദിൻ്റെ കയ്യിലിരുന്നു? ഈ വാള് പിന്നെ എവിടെ പോയി? കൊണ്ട് കളഞ്ഞോ? ഇതൊന്നും എനിക്കറിയില്ല. ബൈബിൾ അതൊക്കെ സൈലൻ്റാണ്. പക്ഷേ ഈ വാള് കയ്യിൽ വന്നതിന് ശേഷം ദാവീദിന് ഫെലിസ്ത്യ ദേശത്തേക്ക് പോകേണ്ടി വന്നു എന്നും അവിടെ ചെന്ന് ഭ്രാന്തനാകേണ്ട വന്നു എന്നുള്ളതൊക്കെ സത്യം. ഓർത്തിരിക്കുക, മറ്റൊരുത്തൻ പൂജിച്ചതും അവൻ ആർക്കോ സമർപ്പിച്ചതും അവൻ രാഗിക്കൊണ്ട് നടന്നതും ഇതൊന്നും ഒരു ദൈവ പൈതലിന് വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾക്കേതും തിരഞ്ഞെടുക്കാം. ലോകമല്ലേ എല്ലാവരെയും എങ്ങനെ വെറുപ്പിക്കുന്നേ? ഒരാവശ്യം വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വേണമെങ്കിൽ നമുക്ക് ഭ്രാന്തനാകാം. അതല്ലെങ്കിൽ എൻ്റെ ദൈവത്തെക്കാൾ തുല്യം എനിക്കൊന്നുമില്ല. എൻ്റെ ദൈവവിളിയേക്കാൾ, എനിക്ക് തന്ന കൃപാവരത്തേക്കാൾ മൂർച്ച വേറൊന്നിനുമില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസം, എൻ്റെ അഭിഷേകം, അതിന് തുല്യം ചൊല്ലാനൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും പുകഴ്ത്താം. ശത്രുവിൻ്റെ ആയുധത്തെ ഉയർത്തരുത്, പുകഴ്ത്തരുത്, കയ്യിൽ വെക്കരുത്, കെട്ടിക്കൊണ്ട് നടക്കരുത്. നിന്നെ കൊണ്ടുപോകും അതിൻ്റെ ഉറവിടത്തിലേക്ക്. അരുത്. ഗോലിയാത്തിൻ്റെ വാള് ദാവീദിന് വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്ത്, ഈ വർഷാരംഭ ദിവസങ്ങളിൽ ഞങ്ങളെ ചിന്തിപ്പിക്കുന്ന വാക്കുകൾക്കായി സ്തോത്രം. ഏത് വെല്ലിപ്പച്ചൻ തന്നാലും ഏത് അപ്പൻ തന്നാലും ഞങ്ങൾക്ക് ചേരാത്തത്, വിശുദ്ധന് ചേരാത്തത്, ഞങ്ങളുടെ ശരീരത്തിൽ ചേരാത്തത്, ഇതൊന്നും ഞങ്ങൾക്ക് കൈവശം വെക്കേണ്ടി വരല്ല കർത്താവേ. ഞങ്ങളെ വലിച്ചഴച്ച് ശത്രുവിൻ്റെ പാളയത്തിൽ കൊണ്ടുപോകുന്നതൊന്നും ഞങ്ങളുടെ കയ്യിലുണ്ടാകല്ലേ. ഞങ്ങൾ ആർക്കും അടിമയാകല്ലേ. ഇത് കേൾക്കുന്നവരെ അനുഗ്രഹിക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ.